പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. ബോധം വന്നവനെ പോലെ മാഹി ഞെട്ടി. പതിയെ അവരുടെ കൈകൾ ഷട്ടിൽ നിന്ന് എടുത്തു മാറ്റി നരേന്ദ്രൻ വാശിയോടെ നീരജയെ പിന്നിലേക്ക് വലിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഞാനെന്ത് ദ്രോഹാണ് തന്നോട് ചെയ്തു കൂട്ടിയത്? ഒരേ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആശ തന്നിട്ട് തന്നെ തനിച്ചാക്കി പോയത്. ആ ഒരു തെറ്റോട് ഞാൻ ഇന്നും വേദനിക്കുന്നുണ്ട്. ആ കുറ്റബോധം കാരണം ജീവിക്കാൻ മറന്നുപോയവനാ ഞാൻ. മാഹി ഇടറിയ സ്വരത്തിൽ പറഞ്ഞതും നീരജ് വിതുമ്പിപ്പോയി. എങ്കിലും കണ്ണുകൾ വാശിയോടെ തുടച്ചു നീക്കി. ഞാൻ തന്നോട് എൻ്റെ സാഹചര്യമൊക്കെ പറഞ്ഞതല്ലേ, ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ലല്ലോ ഞാനൊന്നും. എല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. മധു അവളെൻ്റെ പെങ്ങളല്ലേ. ഞാൻ കാരണം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അവളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഓർത്ത് ഈ ജന്മം എനിക്ക് മനസ്സമാധാനം കിട്ടുമായിരുന്നോ? എൻ്റെ വീട്ടുകാർ തനിക്ക് മനസ്സമാധാനം തരുമായിരുന്നോ? മധുവിനെയും അവളുടെ വയറ്റിൽ വളരുന്ന ജീവനെയും കുരുതിക്ക് കൊടുത്ത് നമുക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ കഴിയുമായിരുന്നു. മഹി വർഷങ്ങളായി ഉള്ളിൽ അടക്കി പിടിച്ചതൊക്കെ ആ നിമിഷം പുറത്തേക്ക് വന്നു. നീരജയുടെ ചുണ്ടുകൾ പൂച്ചത്താൽ കോടിപ്പോയി. മധുവിനും കുഞ്ഞിനും വേണ്ടി എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കുരുതിക്ക് കൊടുക്കാം. ഞാനും എൻ്റെ കുഞ്ഞും എന്ത് കടുങ്ങി വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് അല്ലേ? നീരജ പൂച്ചത്താൽ ചിരിച്ചു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ മാഹി സ്തബ്ധനായി നിന്നുപോയി. താൻ കേട്ടത് മാറിയതാണോ എന്ന് പോലും അയാൾ ചിന്തിച്ചു. ഒരു പെണ്ണിനെ സ്നേഹം നടിച്ച് വശത്താക്കി അവളുടെ മനസ്സും ശരീരമൊക്കെ കവർന്നെടുത്ത് അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചു. ഒടുവിൽ അവളേക്കാൾ സ്വത്തും സൗന്ദര്യവും ഉള്ളവളെ കണ്ടപ്പോൾ പെങ്ങളുടെ പേരും പറഞ്ഞ് ആ ഗർഭിണിയെ ക്രൂരമായി ഒഴിവാക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നന്മമരം കളിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. മാഹിക്ക് നേരെ വിരൽ ചൂണ്ടി അറപ്പോടെ നീരജ പറഞ്ഞു. നെയ്രു, നെയ് പറയുന്നതൊക്കെ സത്യമാണോ? മാഹിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. നീരജയുടെ കന്യകത്വം കവർന്നെടുത്ത പാതകമോർത്ത് ഖേദിക്കാത്ത ദിനങ്ങളില്ല മഹിക്ക്. പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ തനിക്ക് പറ്റിയ ആ തെറ്റ് നീരജയുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമോ എന്ന് പോലും ഭയന്നിരുന്നു. പക്ഷേ ആ തെറ്റിൽ തൻ്റെ ജീവൻ്റെ അംശം നീരജയുടെ ഉദരത്തിൽ പിറവിയെടുത്തിട്ടുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ആ ഓർമ്മയിൽ മഹിയൊന്ന് ഞെട്ടി. തൻ്റെ ചോരയിൽ ഒരു കുഞ്ഞ്. നിങ്ങൾ നാടകം കളിക്കുവാണോ? നീരജയ്ക്ക് അരിശം അടക്കാനായില്ല. ഇല്ല നീരു, സത്യമായി ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും. മഹിയുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ടിട്ട് നീരജയ്ക്ക് മനസ്സലിവ് തോന്നിയില്ല. എത്ര തവണ ഒരു യാചികയെ പോലെ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്നിരുന്നു, നിങ്ങളെ ഒന്ന് കാണാനും സംസാരിക്കാനും. അന്നൊക്കെ നിങ്ങൾ നാട്ടിലില്ലെന്ന് മധുവിനെ കൊണ്ട് നുണ പറയിച്ചിട്ട് നിങ്ങൾ വിവാഹത്തിന്റെ ഒരുക്കത്തിലായിരുന്നല്ലേ? ഈ വിവരം പറഞ്ഞ് എഴുത്തെഴുതി മധുവിനെ ഏൽപ്പിച്ചിട്ട് ആ എഴുത്തിന് മറുപടിക്കായി മാസങ്ങളോളം ഞാൻ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ഞാൻ അവസാനിപ്പിച്ചത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞ ശേഷം. പുച്ഛത്തോടെ നീരജ പറഞ്ഞു. എന്നാൽ മഹി എല്ലാം കേട്ട് ഞെട്ടിപ്പോയി. നീരജ പറഞ്ഞത് ഓരോന്നും മഹിക്കൊരു പുതിയ അറിവായിരുന്നു. മധു തന്നെ ചതിച്ചതാണോ എന്നയാൾ വേദനയോട് ഓർത്തു. വിവാഹം കഴിയാത്ത എനിക്ക് ഗർഭിണെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. എൻ്റെ കുടുംബം മുഴുവൻ തലകുനിച്ച് നിന്നത് ഒരു നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക്. എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, കൊന്നുകളയാൻ, തന്തയില്ലാത്ത കുഞ്ഞിനെ ആലസിപ്പിച്ച് കളയാൻ. നീരജയുടെ വാക്കുകൾ മഹിയെ നോയിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു മനസാക്ഷിയില്ലാത്ത മൃഗം എന്നെ വഞ്ചിച്ചതിന് എൻ്റെ ഉള്ളിൽ വളരുന്ന ആ ജീവൻ എന്ത് പിഴച്ചു? എൻ്റെ കുഞ്ഞല്ലേ അത്? എല്ലാവരെയും എതിർത്ത് ഞാൻ എൻ്റെ മോളെ പ്രസവിച്ചു. കുത്തുവാക്കുകളും പരിഹാസങ്ങളും ശാപവാക്കുകളും ഒരുപാട് കേട്ടു നിന്നു. പിഴച്ചു വിളന്ന് മുദ്ര കുത്തിയിട്ടും എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എല്ലാം സഹിച്ചു. ഈ നരേട്ടൻ്റെ നല്ല മനസ്സ് ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഞാനും എൻ്റെ മോളും തലയുത്തി പിടിച്ച് ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി തന്തയില്ലാത്ത കുഞ്ഞിൻ്റെ അച്ഛനായി നരേട്ടൻ. അന്ന് തൊട്ട് ഇന്ന് വരെ നരേട്ടൻ അവളുടെ അച്ഛൻ. ഇനിയും അങ്ങനെ തന്നെ മതി. സമൂഹത്തിന് മുന്നിൽ എന്നെ പിഴച്ചവിളാക്കി എൻ്റെയും എൻ്റെ മോളെയും ഉപയോഗിച്ച് കടന്നു കളഞ്ഞ ഒരു ദുഷ്ടന്റെ മകളായി എൻ്റെ മകൾ ജീവിക്കേണ്ട. ഞാനതിന് സമ്മതിക്കില്ല. എൻ്റെ മകളെ എനിക്ക് വിട്ടു തരുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ താൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നാ നിങ്ങളെ കൊന്നിട്ടായാലും ഞാൻ എൻ്റെ മോളെ തിരിച്ചു പിടിക്കും. നീരജ വാശിയോടെ പറഞ്ഞു. നേരു, നമ്മുടെ മോള്. മാഹിക്ക് അത്രയൊക്കെ കേട്ടപ്പോഴേക്ക് സന്തോഷമാണ് തോന്നിയത്. ഈ ജന്മം കിട്ടില്ലെന്ന് കരുതിയ ഭാഗ്യം, അച്ഛനാവുക എന്ന ഭാഗ്യം താൻ പോലും അറിയാതെ തന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. തനിക്കുന്നൊരു മകളുണ്ട്. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ട്. തനിക്കൊരു അവകാശിയുണ്ട്. മഹിക്ക് സന്തോഷമടക്കാനായില്ല. ആ മകൾ ആരാണെന്ന് അറിയാൻ മഹി കൊതിച്ചു. നേരു, എവിടെയാ എൻ്റെ മോള്? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ മോളാണോ? സത്യം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. മഹിയുടെ ഭാവം കണ്ട് നരേന്ദ്രന് ഭയം തോന്നി. നീരജയെ നഷ്ടമാകുമോ എന്നയാൾ ചിന്തിച്ചു. മതി, നിർത്ത്.
ഇനി ഒരിക്കൽ കൂടി ആ നാവിൽ നമ്മുടെ മകളെന്ന് വന്നാ. ഒരു താക്കീതിന്റെ സ്വരത്തിൽ നീരജ വിരൽ ചൂണ്ടി. അവൾ എന്റെ മോളാ. ദേ ഈ നിൽക്കുന്ന എന്റെ ഭർത്താവാ, അവളുടെ അച്ഛൻ. അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. നീരജയുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. അറിയില്ല പോലും. അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ അവളെ പിടിച്ച് വെച്ചിരിക്കുന്നത്? എന്നിൽ നിന്നും ഓരോന്ന് പറഞ്ഞ് അവൾ അകറ്റിയത്? നീരജ അലറി. ഒച്ചയും ബഹളവും കേട്ട് ക്യാബിന് ചുറ്റും ആളുകൾ കൂടി. ധ്രുവനും അവിടേക്ക് ചെന്നു. നീരു മതി, ദേ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. താൻ വാ, പോകാം. നരേന്ദ്രൻ വിളിച്ചിട്ടും പോകാൻ കൂട്ടാക്കാതെ നീരജ മഹിയെ തുറച്ചു നോക്കി. നരേന്ദ്രൻ ശാസനയോടെ ബലമായി നീരജയെ വലിച്ച് പുറത്തേക്ക് നടന്നു. എന്റെ മകളെ തിരിച്ചു തരാതെ തനിക്ക് ഞാൻ സ്വസ്ഥത തരില്ലടൂ. പോകുന്ന പോക്കിൽ നീരജ വിളിച്ചു പറഞ്ഞു. അവിടെ നിൽക്കുന്ന ധ്രുവനെ കണ്ട് അവനെ തുറച്ചു നോക്കിയിട്ടാണ് അവർ പോയതും മഹി ചെയറിലേക്ക് ഇരുന്ന് പോയി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ധ്രുവൻ സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിട്ട് മഹിക്ക് അടുത്തേക്ക് ചെന്നു. എന്താ മാവ? മഹിയുടെ ഇരിപ്പ് കണ്ട് അവൻ ചോദിച്ചു. എനിക്കൊരു മോളുണ്ടടാ. അത് പറയുമ്പോൾ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും ചുണ്ടുകൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നീരജയെ കണ്ടപ്പോൾ തന്നെ അവനത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ധ്രുവന് ഞെട്ടലൊന്നും തോന്നിയില്ല. മഹിക്ക് മുന്നിലുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് അവൻ അയാളെ വീക്ഷിച്ചു. ആ ചുണ്ടിലെ പുഞ്ചിരിയും കണ്ണുകളിലെ നീർത്തിളക്കവും കാണുമ്പോൾ പലതും തുറന്നു പറയാൻ അവൻ്റെ ഉള്ളം വെമ്പി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ മഹിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ആ മുഖത്ത് ദേഷ്യം വരച്ചു കയറി. മധുവിൻ്റെ മുഖം വെറുപ്പോടെ മനസ്സിൽ തെളിഞ്ഞു. മധുവിനെ കാണാൻ അവിടുന്ന് പായുമ്പോൾ മഹി ആ നിമിഷം എല്ലാ ബന്ധങ്ങളും മറന്നിരുന്നു. ആ പോക്ക് കണ്ടപ്പോൾ തന്നെ ധ്രുവന് അത്ര പന്തിയല്ലെന്ന് തോന്നിയിരുന്നു. അന്നേരം തന്നെ ഫോണെടുത്ത് വിഷനും ഡയൽ ചെയ്തുകൊണ്ട് അവൻ മഹിക്ക് പിറകെ പോയി. രാജിന്റെ വീടിന്റെ ഗേറ്റിൽ നിന്നും കുറച്ചു മാറി കാറ് പാർക്ക് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കുകയാണ് ശ്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മീരയെ കാണാനാണ്. ഇവിടെ വന്നിട്ട് രാജിനെ വിളിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹം പുറത്താണെന്ന് അറിഞ്ഞത്. രാജില്ലാതെ ആ വീട്ടിലേക്ക് ചെന്നാൽ കൃതിയുടെ പ്രതികരണം എന്താകുമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കയറാൻ മടിച്ചുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്തു. മീരയോട് സംസാരിക്കാതെ പറ്റില്ല എന്ന നിലയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പം അവൻ്റെ അവസ്ഥ. അതോടൊപ്പം നിലയെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു അവന്. ചെയ്തു കൂട്ടിയതിനൊക്കെ അർഹമായ ശിക്ഷ കൊടുത്ത് പടിയടിച്ച് പിണ്ടം വെക്കണമെന്ന് ബുദ്ധി ഉപദേശിക്കുമ്പോഴും മനസ്സതിനെ അനുവദിക്കുന്നില്ല. ഇനിയൊരു നിമിഷം പോലും അവളുടെ സാമീപ്യം അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം അവളിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുണ്ട് അവന്. അവളെ കാണുന്തോറും അവളുടെ ചെയ്തികൾ ഓർമ്മ വരും. മീരയോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കും. അപ്പോഴൊക്കെ കൈ വീശുമെന്ന് പൊട്ടിക്കാൻ തോന്നും. ആക്ഷേപിച്ച് ഇറക്കി വിടണമെന്ന് മനസ്സ് കൊതിക്കും. അത് തന്നെയല്ലേ വേണ്ടതും. അവളുടെ ചെയ്തികൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഇത് തന്നെയാവും. എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് അത് തന്നെയല്ലേ അവൾക്ക് നഷ്ടപ്പെടേണ്ടത്. ഇനിയും വീട്ടിലവളെ നിർത്തുന്നത് നല്ലതിനല്ല. എത്രയായാലും വിഷം തന്നെയാണ്. അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ചിന്തകൾ മനസ്സിനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവൻ ഉറച്ച ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്തിരുന്നു. അവൻ വാശിൽ ടൈം നോക്കി. രാജി വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും മീരിയൊന്ന് കാണാതെ മടങ്ങാൻ തോന്നിയില്ല. ഇതിനിടെ പലയാവർത്തി നിലയുടെ കോളുകൾ അവനെ തേടിയെത്തി. അതോടെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തും ബാൽക്കണിയിലും അവനോളെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നതും മീരയും കൃതിയും കൂടി സീറ്റൗട്ടിലേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. തമ്മിൽ കണ്ടിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും വർഷങ്ങളായതുപോലെ ശ്രീക്ക് തോന്നി. അവൻ്റെ മുഖത്ത് അറിയാതൊരു ചിരി വിരിഞ്ഞു. അവളെ കണ്ടതും അവൻ ധൃതിയിൽ അവൾക്ക് നേരെ നടന്നു. അവനെ കാണുമ്പോൾ അവൾ ഞെട്ടുമെന്ന് കരുതിയെങ്കിലും അവളുടെ ഭാവവ്യത്യാസവും അവൻ കണ്ടില്ല. അതവനെ നിരാശപ്പെടുത്തിയെങ്കിലും മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല. എന്ത് വേണം? കൃതിയുടെ വകയാണ് ചോദ്യം. എനിക്ക് മീരയോടൊന്ന് സംസാരിക്കണം, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സംസാരിക്കാനൊക്കെ ഭാര്യ എടുത്ത് വീട്ടിലുണ്ടല്ലോ, സംസാരമൊക്കെ അവളോട് മതി. ഈ കൊള്ളരുതാത്ത ചേച്ചിയെ വെറുതെ വിട്ടേക്ക്. സൽസ്വഭാവിയായി അനിയത്തിയല്ലേ കൂടെയുള്ളത്. കൃതി അവനെ കുത്തി പറഞ്ഞു. കൃതി, നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇപ്പം എന്നെ ഒന്ന് സംസാരിക്കാൻ വിട് പ്ലീസ്, അവൻ കെഞ്ചി. വേണ്ട, എനിക്ക് ആരോടും സംസാരിക്കാനില്ല. അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവളെന്ന ചീത്തപ്പേര് എനിക്കുണ്ട്. എന്നൊന്ന് ജീവിക്കാൻ വിട്. അവന് നേരെ കൈകൂപ്പി പറഞ്ഞുകൊണ്ട് മീര വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ചെല്ലി പോയി ഭാര്യയുടെ സാരിത്വം പിടിച്ച് നടക്ക്. പഴയതൊക്കെ പൊടി തട്ടി എടുക്കാമെന്ന് താൻ വെറുതെ വ്യാമോഹിക്കണ്ട. ഇനി പടി കടന്നിവിടേക്ക് തന്നെ കണ്ടുപോകരുത്, മനസ്സിലായോ? അതും പറഞ്ഞൊന്ന് പുജിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അകത്ത് കയറി ഡോറടച്ചു. ശ്രീക്ക് വിഷമം തോന്നി. മീര എടുത്തടിച്ച് അങ്ങനെ പറഞ്ഞതിൽ ഒന്നോർത്താ അവളെ തെറ്റു പറയാനും പറ്റില്ലല്ലോ. താനൊട്ടും മോശമല്ലായിരുന്നല്ലോ അവൻ ഓർത്തു. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയവന്. സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ആ സമാധാനത്തിൽ അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. നീ എന്തിനാ കൃതി അങ്ങനെയൊക്കെ പറയാൻ പോയത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? കൃതി ഡോറടച്ച് തിരിഞ്ഞപ്പോൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന അർജുനെയാണ്. ഏട്ടനിതെന്താ ഒന്നും അറിയാത്തതുപോലെ?
ഇതിനേക്കാൾ മാന്യതയുള്ള പെരുമാറ്റം അയാൾ അർഹിക്കുന്നില്ല. മീരയെ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് അറിയോ ഏട്ടന്? കൃതി ദേഷ്യത്തിൽ ചോദിച്ചു. അർജുൻ ചിരിച്ച് അവളുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു തുടങ്ങി. എടി, എനിക്കറിയാഞ്ഞിട്ടില്ല. ശത്രുക്കളായാൽ പോലും ഈ പടി കടന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ വേണം അവരോട് പെരുമാറാൻ. അതാണ് മര്യാദ. ഇയാളല്ല, ഇനി ആരായാലും നല്ലതുപോലെ ഈ ഗേറ്റ് കടന്ന് വരുന്നവരെ അപമാനിച്ച് വിടരുത്. അത് മര്യാദയല്ല, അവൻ പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ മര്യാദയൊന്നും അയാൾ എന്നോട് കാണിച്ചില്ലല്ലോ. എൻ്റെ മുഖത്ത് നോക്കിയാ അയാൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. കൃതി അണപ്പല്ല് കടിച്ചമർത്തി. എടി, നമ്മളും അവരെ പോലെ തുടങ്ങിയ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ചിരിച്ചുകൊണ്ട് അവൻ തിരക്കി. എൻ്റെ പൊന്നേട്ടാ, ഈ ഉപദേശം ഒന്ന് നിർത്തിക്ക്. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോവാം. തോളത്ത് കിടന്നവൻ്റെ കൈ തട്ടി മാറ്റി അവൾ ചാടിത്തുള്ളി കിച്ചണിലേക്ക് പോയി. അരുണിമ വൈകിട്ടത്തേക്കുള്ള ചായയും സ്നാക്സും ഉണ്ടാക്കുകയാണ്. അരുണിമ പൊരിച്ചു വെക്കുന്ന പഴംപൊരി കൃതി കൈ നീട്ടിയെടുത്തതും അരുണിമ ആ കായ്ക്കൊരു തട്ട് കൊടുത്തു. അവളെടുത്തത് ആ തട്ടിലെ പാത്രത്തിലേക്ക് തന്നെ വീണു. പോയി മീരയെ വിളിച്ചിട്ട് വാടി, എന്നിട്ട് കഴിച്ചാൽ മതി. അത് കിടന്ന് ചുണ്ട് കോട്ടിക്കൊണ്ട് അവൾ കിച്ചണിൽ നിന്നും പുറത്തേക്ക് പോയി. ധ്രുവൻ മുറ്റത്ത് കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ മഹിയുടെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. മധു! അവനകത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഹാളിൽ മഹിയുടെ അലർച്ച ആ വീടിനെ വിറപ്പിച്ചുകൊണ്ട് ഉയർന്നത്. അവൻ ധൃതിയിൽ ഹാളിലേക്ക് ഓടി. അവിടെ മഹിയും വരലക്ഷ്മിയും ഉണ്ട്. ബഹളം കേട്ടും മധു സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട്. എന്തേട്ടാ, എന്തിനാ അലറുന്നേ? മധു മഹിക്ക് അടുത്തേക്ക് വന്നു. ദിയയും അകത്തേന്ന് ഓടി വന്നു. വരലക്ഷ്മി മഹിയെ നോക്കി കാണുകയായിരുന്നു. ആ മുഖത്ത് ഭാവം വീക്ഷിക്കുകയായിരുന്നു. ഇന്ന് ഓഫീസിൽ എന്നെ കാണാൻ നീര് വന്നിരുന്നു. പെട്ടെന്ന് മഹി പറഞ്ഞത് കേട്ട് മധു ഞെട്ടി. അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വരലക്ഷ്മിയുടെ അവസ്ഥയും അത് തന്നെ. നീരു എന്ന പേര് ഹൃദയത്തിൽ എവിടെയോ ഒരു നോവ് പടർത്തി. വെറുതെ വന്നിട്ട് പോയതല്ല, വന്നിട്ടൊരു കാര്യം പറയുകയും ചെയ്തു. മധുവിന്റെ നെഞ്ചിരിപ്പ് ഏറി വന്നു. അവർക്ക് ഭയം തോന്നി. മഹി എന്താണ് പറയാൻ പോകുന്ന ഏകദേശം ഊഹം അവർക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? എനിക്കൊരു മകളുണ്ടെന്ന്. ദേഷ്യവും സങ്കടവും പകയും ഒക്കെ ആ വാക്കുകളിൽ കലർന്നിരുന്നു. വരലക്ഷ്മിയും ദിയയും ഞെട്ടി. മഹി ഇത്രയും പെട്ടെന്ന് അറിയുമെന്ന് വരലക്ഷ്മി കരുതിയതേയില്ല. മധുവിന് ശരീരം തളർന്നത് പോലെയൊക്കെ തോന്നി. എന്താ മധു, ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തേ? ചോദ്യം കേട്ടിട്ടും തലയുയർത്താതെ മധു ഒരു കുറ്റവാളിയെ പോലെ നിന്നു. മഹിക്ക് ദേഷ്യം തോന്നി. മറുപടി പറയാനൊരു അവസരം പോലും കൊടുക്കാതെ മഹി മധുവിന്റെ കർണത്ത് ആഞ്ഞടിച്ചു. ആടിയിൽ മധുവിന്റെ അടി പതറിപ്പോയി. മധു വീഴാൻ പോയതും ധ്രുവൻ വന്ന് അമ്മയെ താങ്ങി പിടിച്ചു. ഏട്ടാ, ഞാൻ കവളിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് മധു മഹിക്ക് നേരെ ചെന്നു. വേണ്ട, നിനക്കൊന്നും അറിയില്ലെന്ന് പറയാനാണെങ്കിൽ വിശ്വസിക്കില്ല ഞാൻ. അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മഹി ദേഷ്യത്താൽ വിറച്ചു. മധു കരഞ്ഞുകൊണ്ട് മഹിയുടെ കാലിലേക്ക് വീണു. മഹി വെറുപ്പോടെ അവരെ തട്ടി പിന്നിലേക്ക് നീങ്ങി. നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം തന്നെ തന്നവനല്ലേടി ഞാൻ. നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ വരെ വേണമെന്ന് വെച്ചതല്ലേ ഞാൻ. എന്നിട്ട് ആ എന്നോട് തന്നെ ഇങ്ങനൊരു ദ്രോഹം ചെയ്യണമായിരുന്നോ? മഹിയുടെ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകി. നിന്റെ കണ്ണീരിന് മുന്നിൽ ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞവളെ നീ മറന്നുപോയോ? ഒന്നും അറിയാത്തൊരു ജീവന് വേണ്ടി എൻ്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചവളല്ലേ എൻ്റെ നീരു. മഹിയുടെ അഭിസംബോധന വരലക്ഷ്മിക്ക് എവിടേക്കോ ഒരു നീറ്റിൽ സമ്മാനിച്ചു. എന്നിട്ടും അത്ര വലിയൊരു ഗതികേട് വന്നിട്ടല്ലേ നിന്റെ മുന്നിൽ യാചനയുമായി അവൾ വന്നത്? യാചനയല്ല, അവൾ വന്നത് അവളുടെ അവകാശം ചോദിച്ചിട്ടാ. അവളുടെ കുഞ്ഞിന്റെ അച്ഛന് വേണ്ടിയാ. എന്നിട്ട് ആ വിവരം എന്നെ ഒന്നും അറിയേക്ക് പോലും ചെയ്യാതെ ഇത്രയും ക്രൂരമായി അവളെ കബളിപ്പിച്ച് മടക്കിയേക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? നിന്നെ പോലൊരു പെണ്ണല്ലായിരുന്നു അവള്. നിന്നെ പോലൊരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നതല്ലേ അവള്. എന്നിട്ട് അവൾക്ക് മുന്നിൽ എന്നെ ഒരു ചതിയനാക്കി ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ചതിച്ച് നീ എന്ത് നേടി? മഹിക്ക് കോപം അടക്കാൻ കഴിഞ്ഞില്ല. ഓ, നിനക്കുണ്ടായതൊക്കെ നേട്ടങ്ങളാണല്ലേ. സഹോദരന്റെ ജീവിതം കുരുതിക്ക് കൊടുത്ത് നീ സ്നേഹിച്ചവരെ തന്നെ നീ നേടിയെടുത്തു. എൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ ആണിയടിച്ചിട്ട് നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ നീ സ്വന്തമാക്കി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസമോ കുത്തുവാക്കോ ഒന്നും ഏൽക്കാതെ നീ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ നീരുവോ ജീവന് തുല്യം സ്നേഹിച്ചവനൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞെന്ന ധാരണയിൽ ഉരുകിയ ജീവിച്ചത്. ഞാനാണ് അവൾ ആ തെറ്റിലേക്ക് നിർബന്ധിച്ച് ഭരിച്ചിട്ടത്. പക്ഷെ നാട്ടുകാർക്ക് മുന്നിൽ അവള് മാത്രം പിഴച്ചവളായി. വീട്ടിലും നാട്ടിലും പരിഹാസവും കുത്തുവാക്കുകളും മാത്രം കേട്ട് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നീ ആലോചിച്ച് നോക്കിയോടി. മഹി അലറി. ഇത്രയൊക്കെ സഹിച്ചിട്ടും എൻ്റെ കുഞ്ഞിനെ അവൾ കൊന്നു കളഞ്ഞില്ല. എല്ലാവരെയും എതിർത്ത് എൻ്റെ മോൾ അവൾ പ്രസവിച്ചു.
എന്റെ മോൾ ഈ ഭൂമിയിൽ പിറവിയെടുത്തത് പോലും അറിയാതെ പോയൊരു ഭാഗ്യദോഷിയായി പോയി ഞാൻ. ആയതല്ല, നീ എന്നെ ആക്കിയതാ. മഹിദേശത്തിൽ മധുവിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ധ്രുവൻ അയാളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് വിഷൻ ഓടി വന്നത്. വിഷനും കൂടി വന്ന് മഹിയെ പിടിച്ചു മാറ്റി. മുത്തശ്ശി മുറിയുടെ വാതിൽക്കലിൽ നിന്നും കണ്ണീരോടെ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. മഹി, നീ ഒന്ന് സമാധാനിക്ക്. വിഷൻ മഹിയെ ചേർത്ത് പിടിച്ചെങ്കിലും മഹി കുടഞ്ഞെറിഞ്ഞു. എങ്ങനെയാ ഞാൻ സമാധാനിക്കേണ്ടത്? 1 2 അല്ല, 26 വർഷ ഞാൻ ഇവൾക്ക് വേണ്ടി മരിച്ച് ജീവിച്ചത്. സ്നേഹിച്ച പെണ്ണിനെ കൈവിട്ട് അവളിൽ ഒരു മകളുണ്ടെന്ന് പോലും അറിയാതെ ഇഷ്ടമില്ലാത്തൊരു സ്ത്രീക്കൊപ്പം ഇത്രയും കാലം നരകിച്ച് ജീവിച്ചത് ഇവൾക്ക് വേണ്ടിയല്ലേ? ഇവളുടെ കുഞ്ഞിനെ ഓർത്തല്ലേ? എന്നിട്ട് കൂടെ പറപ്പുന്നത് പോട്ടെ, ഒരു മനുഷ്യജീവിയാണെന്ന പരിഗണന പോലും ഇവൾക്ക് തന്നില്ലല്ലോ. ആ ഒരു കരുണ പോലും ഇവൾക്ക് തോന്നിയില്ലല്ലോ. മഹി പൊട്ടിത്തെറിച്ചു. വരലക്ഷ്മി വിതുമ്പി കരഞ്ഞു.